ഹായ്, നമുക്കിന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചി, പിന്നെ പച്ചക്കുരുമുളകാണ് ഞാനിടുന്നത്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. സാധാ കുരുമുളകും ഇടാം, പക്ഷേ പച്ചക്കുരുമുളക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഫ്ലേവർ വേറൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് വയ്ക്കാം. ബീഫിനെ നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനാവശ്യമുള്ള മസാല ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കറി മസാല, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ടൊരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള അതിനെ അരിഞ്ഞ് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാവേ. എന്നിട്ട് തേങ്ങയുണ്ടല്ലോ, തേങ്ങയും കൂടി ഒരു ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മുറി തേങ്ങ ഇല്ല, ഞാനൊരു പകുതി ഓളം തേങ്ങ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടി ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ എത്രയാണോ ഇടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. അതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ നേരത്തെ നമ്മൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് ബീഫിനകത്ത്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. സവാളയിലും കൂടി ഇച്ചിരി ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റാം. എന്നിട്ട് കുറച്ച് മുളകുണ്ടല്ലോ, അതിനെ ഞാനൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഒന്ന് ഇതിനകത്തോട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെയും കൂടി ഇതിനകത്തോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് വെള്ളം വറ്റുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. തീ നല്ല ഉയർന്ന ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം താത്ത് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ടേസ്റ്റ് നോക്കപ്പോൾ ഉണ്ടല്ലോ, പച്ചക്കുരുമുളകിൻ്റെ ഇത് നല്ല പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അത്. എന്നിട്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്ത് വയ്ക്കാവേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാമേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.